നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 5 മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം: പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത് സവർണജാത ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, തെറ്റാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാത സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അടുത്തത്: ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ്, അതും തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹം തിരുവിതാംകൂർ രാജാവാണ്, കൊച്ചി മഹാരാജാവല്ല. അപ്പൊ അത് രണ്ടും ഇവിടെ തെറ്റായിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ളത് വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നു. വർഷം 1921. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നടന്ന വർഷം 1946. അപ്പൊ മലബാർ കലാപം നോക്കാം. മലബാർ കലാപം മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. മലബാർ കലാപത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏത്? PSC ഒരു മാർക്ക് ചോദ്യം. പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രധാന സംഭവം. പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം 1921. പൂക്കോട്ടൂർ കലാപത്തിന്റെ ആരംഭം എന്തായിരുന്നു കാരണം? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിലേക്ക് നയിച്ചത്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരെല്ലാം? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീദിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ, കുമരൻ പുത്തൂർ എന്നിവരായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ. ഇനി മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വില്യം ലോഗൻ കമ്മീഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്: കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ലോഗൻ കമ്മീഷൻ ആണ്. ലോഗൻ കമ്മീഷൻ. കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക
വിഭാഗം പോലീസ് സേനയാണ് MSP. MSPയുടെ ഫുൾ ഫോം എന്താ? മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936 നവംബർ മാസം 12. ഇത് എവിടുത്തെ? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇനി മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു, കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ മാസം 2-നും കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ മാസം 20-നുമാണെന്ന് ഓർക്കുക. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ഗാന്ധിജി തന്നെയാണ്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു. സർ CP രാമസ്വാമി അയ്യർ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന CP ഗോവിന്ദപിള്ള അതിനു മുൻപ് എന്തിന്റെ പത്രാധിപരായിരുന്നു? കേരള പഞ്ചികയുടെ പത്രാധിപരായിരുന്നു. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 കായലുകൾക്കാണ് കടലുമായി നേരിട്ട് ബന്ധമുള്ളത്. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ഒഴുകിച്ചേരുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിച്ചത്. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. പമ്പ. ബാരിസ് എന്നറിയപ്പെടുന്നത്, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന അറിയപ്പെട്ട നദിയും ഏത് തന്നെയാണ്? പമ്പയാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രം ഏത്? വേലക്കാരൻ എന്ന ദിനപത്രമാണ്. വേലക്കാരൻ. ഭൂതത്താൻ കെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി എന്നോർക്കുക. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിൽ? പമ്പ നദിക്കരയിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഓക്കെ, ഈ 10 ചോദ്യം ഒന്നുകൂടെ റിവൈസ് ചെയ്താലോ. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന CP ഗോവിന്ദപിള്ള അതിനു മുൻപ് എന്തിന്റെ പത്രാധിപരായിരുന്നു? കേരള പഞ്ചികയുടെ പത്രാധിപരായിരുന്നു. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. ഭൂതത്താൻ കെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ദക്ഷിണ ഭാഗീരഥി, ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത് പമ്പയാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിൽ. കേരളത്തിൽ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രമാണ് വേലക്കാരൻ എന്ന ദിനപത്രം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ്? പമ്പ നദിക്കരയിലാണ്. പമ്പ നദിക്കരയിൽ. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൽ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതില് ശരിയായത്: ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ശരി. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ശരിയാണ്. നമ്മുടെ പുതിയ SCERT ഇല്ലേ, 5ാം ക്ലാസ് പറഞ്ഞ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ SCERT നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളിലും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ SCERT ചാപ്റ്റേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവസരങ്ങളൊന്നും പാഴാക്കി കളയരുത്. ഇനി വരുന്ന പരീക്ഷകളെല്ലാം നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കണം. ആ ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ എത്രയായി വർഗീകരിച്ചിരിക്കുന്നു? 4 ആയിട്ട്
വർഗീകരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെ? ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെയാണ് നിർമ്മാണ നിർവഹണ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ തന്നിരിക്കുന്നത്? ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന സർക്കാരുകൾക്കല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതം. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ 4 വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഓർക്കുക, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണമാണ് സുവർണ ചതുഷ്കോണം. തെക്ക് വടക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി അസമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? മലനാടാണ്. മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് ആനക്കയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? അഷ്ടമുടി കായലാണ് ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറുവാദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. വയനാട് ജില്ലയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദേശാഭിമാനി, സ്വദേശാഭിമാനിയല്ല, ദേശാഭിമാനി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത് ആരാണ്? TK മാധവനാണ്. TK മാധവൻ. അപ്പൊ കുറുവാദ്വീപ് വയനാട് ജില്ലയിലാണെന്ന് പറഞ്ഞു. പൂക്കോട് തടാകവും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എപ്പോഴും ചോദിക്കാറുള്ളത്, എല്ലാം പ്രീവിയസ് ആണ്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏത്? ഇടുക്കിയാണ് ബാലസൗഹൃദ ജില്ല. അപ്പൊ ഇത്രയും ചോദ്യം ഒന്ന് റിവൈസ് ചെയ്താലോ. കുറുവാദ്വീപ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ദേശാഭിമാനി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത് TK മാധവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടിയാണ്. അഷ്ടമുടി. അടുത്ത ചോദ്യം നോക്കാം. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ യോജിച്ച വസ്തുതകൾ: ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഇത് മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. അപ്പൊ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ, ഉപദ്വീപീയ നദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നദികൾ ഏതൊക്കെ? കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി, നർമ്മദ, താപ്തി എന്നിവയാണ്. ഓക്കെ. ഇനിയൊരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ. PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. രംഗണതിട്ടു പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കർണാടക സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. വേടന്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നു. മായാനി പക്ഷി സങ്കേതം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭരത്പൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ കിയോലാദിയോ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനം? രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ചിന്താമണിക
മടികർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. കുമരകം കേരളം, തട്ടേക്കാട് കേരളം. സലീം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനം? ഗോവ. ഗോവ. നൽസരോവർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനം? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നൽസരോവർ പക്ഷി സങ്കേതം ഗുജറാത്ത്. കൊല്ലേരു പക്ഷി സങ്കേതം ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. സുൽത്താൻപൂർ പക്ഷി സങ്കേതമോ ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. രംഗണതിട്ടു പക്ഷി സങ്കേതം കർണാടക, വേടന്തങ്ങൽ പക്ഷി സങ്കേതം തമിഴ്നാട്, മായാനി പക്ഷി സങ്കേതം മഹാരാഷ്ട്ര, ചിന്താമണികർ പക്ഷി സങ്കേതം പശ്ചിമ ബംഗാൾ, ഭരത്പൂർ അല്ലെങ്കിൽ കിയോലാദിയോ പക്ഷി സങ്കേതം രാജസ്ഥാൻ, സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നു. സലീം അലി പക്ഷി സങ്കേതം ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു. നൽസരോവർ ഗുജറാത്ത്, കൊല്ലേരു ആന്ധ്രാപ്രദേശ്. സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? ഗോവയിലാണ്. കുമരകം, തട്ടേക്കാട് എന്നീ പക്ഷി സങ്കേതം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു 5 മാർക്കെങ്കിലും ഈ ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ ഫയർമാൻ, ഇനി വരുന്ന 10th മെയിൻസ് മുതലായ കോഴ്സുകളെല്ലാം അഡ്മിഷൻ ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ പഠിച്ചു പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഉൾപ്പെടെയാണ് എല്ലാ കോഴ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.